ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഉമാനാണ്. കുറേ കാലമായി വീഡിയോയിലൊക്കെ വന്നിട്ട് വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഒരു ക്യാമറ ട്രിക്സാണ്. എല്ലാവരും ഐഫോണിലൊക്കെ ഫോട്ടോ എടുക്കുമ്പോൾ നല്ലൊരു ക്ലാരിറ്റി, നല്ലൊരു ഫോക്കസൊക്കെ ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു ക്ലാരിറ്റി ആയിട്ട് നല്ലൊരു ഫോട്ടോ നമുക്ക് കിട്ടാറുണ്ട്. എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. പക്ഷേ അതുപോലെ തന്നെ നമ്മൾ അതായത് ഇപ്പോൾ 7+, 8+, 10s, XS മാക്സ് അതല്ലെങ്കിൽ XR അങ്ങനെയുള്ള ഫോണുകളെല്ലാം ഇൻബിൾട്ടായിട്ട് തന്നെ വരുന്നൊരു ഓപ്ഷനാണ്. അതായത് പോർട്രേറ്റ് മോഡിൽ മാറ്റിയിട്ട് നമുക്ക് നല്ല ബ്ലറായി ഫോട്ടോ എടുക്കാം. പക്ഷേ നമ്മുടെ സാധാ ഫോണുകളിലും അതുപോലെ തന്നെ നല്ല രീതിയിൽ ഫോട്ടോ എടുക്കാൻ പറ്റുന്ന ചെറിയ 2 ട്രിക്കാണ്, ഒരു 2-3 ട്രിക്സ് മാത്രമാണ് എന്ന് പറഞ്ഞു തരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഫോണിൽ ഫോട്ടോസ്, അതായത് നമ്മളെ ക്യാമറ ഓപ്പൺ ചെയ്താൽ ഇതിപ്പോൾ കാണുന്നുണ്ടാവും ഇവിടുത്തെ. ഇപ്പോൾ ഞാനിപ്പോൾ സാധാ ഒരു ക്യാമറ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു പോസ് ഇവിടെ ചെയ്ത് വെച്ചാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇപ്പോൾ എൻ്റെ സ്ക്രീനിൽ കാണാൻ പറ്റും. അതായത് ഇവിടെ ഒരു സ്ക്വയർ, അതായത് 9 സ്ക്വയറായി കാണുന്നുണ്ടാവും നിങ്ങൾക്ക്, അല്ലേ? പക്ഷേ നിങ്ങൾ ഫോണിൽ അത് ഓൺ ചെയ്തിട്ടില്ലെങ്കിൽ അത് നിങ്ങൾ ചെയ്യേണ്ടത് സെറ്റിങ്സിൽ പോവാം. അതായത് നിങ്ങൾ സാധാരണ സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സ് ചെയ്തിട്ട് സ്ക്രോൾ ചെയ്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാമറ കാണും. ഒരു മിനിറ്റ്, ക്യാമറ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ നിങ്ങൾക്ക് ഗ്രിഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. ആ ഗ്രിഡ് എന്ന ഓപ്ഷന് അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഓപ്ഷന് നേരത്തെ കണ്ടത് ലൈന് അത് വരില്ല, സ്ക്വയർ ആയിട്ടുള്ള ഒരു ഗ്രിഡ് ഓപ്ഷൻ വരില്ല. ആ ഗ്രിഡ് ഓപ്ഷൻ എന്തിനെന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന ഒരു ഫോട്ടോ തന്നെ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഏതെങ്കിലും ഒരു ഫോട്ടോ എടുക്കുന്ന സമയത്ത് അതിനെ ബേസ് ചെയ്തിട്ട് ഫോട്ടോ ക്യാപ്ചർ ചെയ്താൽ നല്ല ക്ലിയർ ആയിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഇപ്പോൾ ലൈന് വന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഞാനിപ്പോൾ ഇതന്നെ ഒരു ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ആ ഒരു കോളം നിങ്ങൾക്ക് കാണാം. ആ കോളം അതിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് കാണാം, ഒന്ന് ക്ലാരിറ്റി ആയി വന്ന് നല്ല രീതിയിൽ. ഇപ്പോൾ ഞാനിവിടെ ക്യാപ്ചർ ചെയ്യാണ്, പിന്നീട് ഞാൻ കാണിച്ചു തരാം ഫോട്ടോ എടുത്തത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ക്യാപ്ചർ ചെയ്തു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പുറത്ത് പോകുന്ന സമയത്ത് ബ്രൈറ്റ്നെസ്സിൻ്റെ മറ്റും പ്രശ്നം, അത് ഫിൽറ്റർ ചെയ്യുന്ന സമയത്താണെങ്കിൽ ഫിൽറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏറ്റവും മേലെ കാണുന്ന 3 ഡോട്ടിലാണ്. അതിലും ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് മേലോട്ടൊന്ന് നീക്കി കഴിഞ്ഞാൽ, സാധാരണ ജസ്റ്റ് ഒന്ന് സ്ക്രീൻ തന്നെ തൊട്ട് മേലോട്ട് നീക്കി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം ഫിൽറ്റർ വരുന്നത്. എല്ലാവരും സാധാരണ യൂസ് ചെയ്യൽ വിവിഡിലാണെന്ന് തോന്നുന്നത്. കൂടുതൽ ആൾക്കാരും വിവിഡാണ്. അതാകുമ്പോൾ കുറച്ച് ഓവർ കളറും അല്ല, ഒരു നല്ലൊരു ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു ഫോട്ടോ എടുക്കാൻ പറ്റും. ഫോട്ടോ അങ്ങനെ എടുക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ ഫോട്ടോ എടുക്കുന്ന പുറത്തോ അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് പോയി അതിലേക്ക് മാത്രം ഈ കോളത്തിലുണ്ടല്ലോ, കാണുന്നുണ്ടല്ലോ, അതിൽ മാത്രം ഒന്ന് ഫോക്കസ് ചെയ്യുക. പിന്നെ ബ്രൈറ്റ്നെസ് വേണമെങ്കിൽ ഒന്ന് കൂട്ടി കൊടുക്കുക. ജസ്റ്റ് മേലോട്ട് സ്ക്രീൻ ഇങ്ങനെ നീക്കി കൊടുക്കുക, അല്ലെങ്കിൽ ബ്രൈറ്റ്നെസ് കുറക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന്, അതായത് പുറത്തെ വെളിച്ചത്തിനനുസരിച്ചിട്ടുള്ള ഓരോ പോസ് നമുക്ക് കിട്ടും, ക്ലാരിറ്റി കിട്ടും, അതിനുള്ള വെളിച്ചം കിട്ടും. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ ഇപ്പോൾ ഞാൻ ഇവിടുന്ന് ഇതിൽ തന്നെ ഞാൻ ക്യാപ്ചർ ചെയ്യുകയാണ്, അതായത് ഈ വിവിഡിൽ. ഓക്കെ, ഇത് ഞാനൊന്ന് ക്യാപ്ചർ ചെയ്തു. പിന്നെ ഉള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ HDR, അതായത് ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ പുറത്ത് നമ്മൾ പോയി ഫോട്ടോ എടുക്കുന്ന സമയത്തൊക്കെ ലൈറ്റൊക്കെ നല്ല രീതിയിൽ, ഇതിപ്പോൾ വെറും ഒരു ടോയ്സാണ് കേട്ടല്ലേ. ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ നല്ലൊരു വണ്ടീൻ്റെ ഒരു ലുക്ക് വരും. അപ്പോൾ ഇത് ഞാൻ ഇതിന് വേണ്ടിയിട്ടായിട്ട് ഇങ്ങനെ എടുത്ത് വന്നതാണ്. ഈ സാധനം എടുത്ത് ജസ്റ്റ് ഒന്ന് പുല്ലിൻ്റെ മേലിലൊന്ന് പുല്ലൊന്ന് കട്ട് ചെയ്തിട്ട് അതിന് മേലെ വെച്ചാണ്. പിന്നുള്ളത് HDR ആണ്. HDR ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ഫോട്ടോ ബ്രൈറ്റ്നെസ്, അതായത് പുറത്തുള്ള വെളിച്ചം കൂടിയിട്ടുണ്ടാകും ചിലപ്പോൾ, അങ്ങനെയുള്ള പ്രശ്നം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ HDR ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. അതായത് HDR യൂസ് ചെയ്താൽ അതിൽ 3 ക്യാപ്ചറായിട്ട് വരും. അതായത് ഒന്ന് ഏറ്റവും നല്ല ക്ലാരിറ്റി, പിന്നൊന്ന് കുറച്ച് ലോ, അതെല്ലാം ഒരു 3 ഓപ്ഷനായിട്ടായിരിക്കും ക്യാപ്ചർ ചെയ്യാം. അത് നമ്മളെടുക്കുന്ന ഫോട്ടോ, അത് എല്ലാം കൂടി ഒന്നായിട്ടാണ് ഒരു നല്ലൊരു HDR ഫോട്ടോയായി മാറുന്നത്. ഇപ്പോൾ HDRലാണ് ഞാൻ എടുത്ത് കാണിച്ചത് ഒരു ഫോട്ടോ. ഓക്കെ, ഈ 3 ഫോട്ടോ ഞാൻ ഇതിൻ്റെ കൂടെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ബാക്കിലൊക്കെ നല്ല ബ്ലറായി നല്ലൊരു ലുക്കിലാണ്. ഇത് നമ്മൾ നല്ല വെളിച്ചമുണ്ട്. ഇപ്പോൾ പുറത്ത് വെളിച്ചില്ലാത്തടത്ത് വേണമെങ്കിലും ഒന്ന് കാണിച്ചു തരാം ജസ്റ്റ് ആയിട്ട്. ഓക്കെ, ഇപ്പോൾ അതേ സാധനം ഞാനിപ്പോൾ വെളിച്ചം ഇല്ലാത്തൊരു സ്ഥലത്താണ് ഇതിപ്പോൾ ഉള്ളത്. നല്ല ഡാർക്കായിരിക്കും, കണ്ടില്ലേ? ഒന്ന് സ്ക്രീനിലൊന്ന് ടച്ച് ചെയ്ത് കൊടുത്ത് നല്ല രീതിയിലൊന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നല്ല ഡാർക്കായിരിക്കും കാണാം. ആ സ്ക്രീൻ ഏതാണ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന ഫോട്ടോ എടുക്കേണ്ടത് ആ ഒരു സ്ഥലത്തൊന്ന് നല്ല രീതിയിലൊന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തേ ഉള്ളൂ. നല്ല ക്ലിയറില്ല. HDR ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള അനുസരിച്ചുള്ള വെളിച്ചവും ഫോട്ടോസും നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഇത്രയുള്ള ഒരു ചെറിയൊരു ട്രിക്സ്, ഇപ്പോൾ ഈ പറഞ്ഞ ചെറിയൊരു ട്രിക്സ് എല്ലാവരും യൂസ് ചെയ്യാൻ നോക്കുക. നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഫോട്ടോസ് തന്നെ iPhone 6,
അതുപോലെ തന്നെ ഫൈവേഴ്സിലുണ്ടാവും, 5-ലുണ്ടാവില്ല. HDR ഓപ്ഷൻ വന്നത് 12-ന് ശേഷമാണ്. അപ്പോൾ 6-ലൊക്കെ ഉണ്ട്. 6S-ലൊക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഫോട്ടോ എടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കാണുന്നു വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഈ പുതിയൊരു പേജാണെന്ന് എല്ലാവർക്കും അറിയാം. ആ ഒരു പേജിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. താങ്ക്